ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ്. ഇത് ഗ്രൂപ്പ്ഡ് ഡാറ്റ വിത്ത് ക്ലാസ് ഇൻ്റർവെൽ ആണ്. ഷോർട്ട് കട്ട് മെത്തേഡിൽ ചെയ്യുന്നതാണ് നല്ലത്. ചിലപ്പോൾ എക്സാമിന് യൂസ് ഷോർട്ട് കട്ട് മെത്തേഡ് ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് എന്നായിരിക്കും. അതല്ലെങ്കിൽ ജസ്റ്റ് മെത്തേഡ് സ്പെസിഫൈ ചെയ്യാതെ ആയിരിക്കും പറയാം. ഏത് തന്നെയായാലും ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്താൽ എന്തായാലും മാർക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ തന്നിരിക്കുന്ന ഡാറ്റാസ് എല്ലാം താഴേക്ക് എഴുതാം. അതായത് ആദ്യം തന്നെ നമ്മൾ ക്ലാസ് അല്ലേ, ക്ലാസ് ഫ്രീക്വൻസിയും താഴേക്ക് എഴുതണേ. ക്ലാസ് ഫ്രീക്വൻസി 0 to 30, 30 to 60, 60 to 90, 90 to 120, 120 to 150, 150 to 180, 180 to 210. നേരെ ഫ്രീക്വൻസി എഴുതാം. 2, 3, 5, 10, 3, 5, 2. മിഡിൽ വാല്യൂ വേണ്ടി വരും. ക്ലാസിൻ്റെ മിഡിൽ വാല്യൂ ഇല്ലേ, അതെന്തായാലും വേണ്ടി വരും. അത് എഴുതി വെക്കാം. കേട്ടല്ലോ, മിഡിൽ വാല്യൂ XI. XI എന്ന് പറഞ്ഞാൽ 0-ൻ്റെയും 30-യുടെയും മിഡിൽ വാല്യൂ 15 അല്ലേ? ഡൗട്ട് ഉണ്ടോ? 0 + 30/2. 0 to 30-യുടെ മിഡിൽ വാല്യൂ 15 ആണ്. 30 to 60-യുടെ മിഡിൽ വാല്യൂ, ഇനി അങ്ങോട്ട് മിഡിൽ വാല്യൂ കിട്ടാനായിട്ട് എളുപ്പമോ? ആ തുടക്കത്തിലത്തോളം മിഡിൽ വാല്യൂ കാണാം. എന്നിട്ട് ആ ക്ലാസ് വിഡ്ത്ത് ഇല്ലേ, 30 അല്ലേ ഡിഫറൻസ്, ക്ലാസ് വിഡ്ത്ത് ആഡ് ചെയ്ത് പോയാലും മതിയാവും. 15 കഴിഞ്ഞു, ക്ലാസ് വിഡ്ത്ത് ആഡ് ചെയ്ത് പൊക്കോ, 45 കിട്ടി. മനസ്സിലായല്ലോ, 75 കിട്ടി. അങ്ങനെ ജസ്റ്റ് ഒരു മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞോളൂ. അപ്പോൾ മിഡിൽ വാല്യൂ എഴുതി പോവാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. 90 to 120-യുടെ മിഡിൽ വാല്യൂ എത്രയാണ്? 105 ആണ് അല്ലേ? വളരെ ശ്രദ്ധിച്ചിട്ട് മിഡിൽ വാല്യൂസുകളെല്ലാം എഴുതി പോവാം. എന്നിട്ട് ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ YI എന്ന് പറഞ്ഞ പുതിയൊരു വേരിയബിളിനെ കൊണ്ടുവരണം. YI മെത്തേഡ് മറക്കരുത്. YI എന്ന് പറഞ്ഞാൽ പുതിയൊരു വേരിയബിളിനെ കൊണ്ടുവരണം. YI കാണാനുള്ള ഫോർമുല എന്താണെന്ന് അറിയാമോ? ഇവിടെ എഴുതട്ടെ. YI കാണാനുള്ള ഫോർമുല, സൊല്യൂഷൻ ഞാനിവിടെ റൈറ്റ് സൈഡിൽ എഴുതാണ്. അപ്പോൾ YI എന്ന് പറഞ്ഞൊരു പുതിയ വേരിയബിളിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. YI കാണാനുള്ള ഫോർമുല XI മൈനസ് അസ്യൂംഡ് മീൻ ബൈ ക്ലാസ് വിഡ്ത്ത്. അസ്യൂംഡ് മീൻ നമുക്ക് ഏതായിട്ട് എടുക്കാം? അസ്യൂംഡ് മീൻ ഇത് രണ്ടിനും 15 സ്റ്റാർട്ട് ചെയ്ത് 195 അവസാനിച്ചു. ഇത് രണ്ടിനും ഇടയ്ക്ക് വരുന്ന ഏകദേശം മിഡിൽ വരുന്ന ആൾ 105 അല്ലേ? അപ്പോൾ അസ്യൂംഡ് മീൻ എന്തായിട്ട് എടുക്കുക? അപ്പോൾ അസ്യൂംഡ് മീൻ നമുക്ക് 105 ആയിട്ട് എടുക്കുക. അവിടെ എഴുതി വെക്കണത് ക്ലാസ് വിഡ്ത്ത് 30 ആണ്. ശരിയാണോ? ക്ലാസ് വിഡ്ത്ത് 30 അല്ലേ? നോക്കിയേ, അതവിടെ എഴുതി വെക്കണേ, ആവശ്യമുണ്ട്. അപ്പോൾ YIയുടെ ഫോർമുല ഒന്നുകൂടി എഴുതാം. YI = XI മൈനസ് അസ്യൂംഡ് മീൻ 105 ഡിവൈഡഡ് ബൈ H. ഇങ്ങനെ വരും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് YI കാണാനുള്ള ഫോർമുല ഇത് പ്രകാരം എഴുതാം. ഞാൻ ഇവിടെ എഴുതുന്നില്ല. YI = XI മൈനസ് 105/H. H എന്ന് പറഞ്ഞാൽ 30 ആണല്ലോ. അപ്പോൾ നമ്മൾ XIയുടെ ഓരോ വാല്യൂ കൊടുക്കുക. ഈ ഫോർമുല യൂസ് ചെയ്ത് YI കാണാൻ പോവാണ്. അപ്പോൾ ആദ്യം XIയുടെ വാല്യൂ 15 ആണല്ലോ. 15 മൈനസ് 105/30 ചെയ്യാം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ഈ YIക്ക് വരെ വേണമെങ്കിൽ UI എന്ന് എഴുതാം കേട്ടോ. ലെറ്റർ ചിലപ്പോൾ ചില ബുക്കുകളിൽ YI ആയിരിക്കാം, ചിലപ്പോൾ UI ആയിരിക്കാം. അത് പ്രോബ്ലം ഇല്ല. YI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XIയുടെ സ്റ്റാർട്ടിങ് വാല്യൂ 15 ആണ്. 15 മൈനസ് 105 ചെയ്യുക, -90 കിട്ടും. -90/30 ചെയ്താൽ -3 വരും. വളരെ ചെറിയ നമ്പറായി മാറും. അത് കഴിഞ്ഞിട്ട് 45 മൈനസ് 105 ചെയ്യുക. അപ്പോൾ അതെത്രയാണ്? -60 ആയിരിക്കും. -60/30 -2. ഇതേപോലെ ചെറിയ നമ്പറുകളെ വരുള്ളൂ. പിന്നെ 75 മൈനസ് 105 ചെയ്താൽ -30/30 -1. 105 മൈനസ് 105/30 0. അങ്ങനെ ഓരോന്നും എഴുതാം. YI കിട്ടി.
എക്സ് ബാർ കാണാനുള്ള ഫോർമുല ഓർമ്മയുണ്ടോ? എക്സ് ബാർ കാണാനുള്ള ഫോർമുല മീൻ കാണാൻ പറഞ്ഞിട്ടില്ലേ? എ പ്ലസ് എച്ച് ഇൻറ്റു സിഗ്മ എഫ് ഐ വൈ ഐ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ. നമ്മളിത് ബൈ ഹാർട്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ് അല്ലേ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105, എച്ച് എന്ന് പറഞ്ഞാൽ 30, സിഗ്മ എഫ് ഐ വൈ ഐ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു എഫ് ഐ വൈ ഐക്ക് വേണ്ടി ഒരു കോളം വേണം, ശരിയല്ലേ? എഫ് ഐ വൈ ഐക്ക് വേണ്ടി ഒരു കോളം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ആ കോളം വരയ്ക്കാൻ പോവാണ്. എഫ് ഐ വൈ ഐ, എഫ് ഐ വൈ ഐ, കാരണം ഇവിടെ എഫ് ഐ വൈ ഐ വന്നിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? അപ്പോൾ എഫ് ഐ വൈ ഐക്ക് വേണ്ടി കോളം വരയ്ക്കാൻ പോവാണ്. എഫ് ഐ വൈ ഐ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയും വൈ ഐയും തമ്മിലാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്, ശരിയല്ലേ? അപ്പോൾ 2 ഇൻറ്റു -3 -6, 3 ഇൻറ്റു -2 -6, 5 ഇൻറ്റു -1 -5, 10 ഇൻറ്റു 0 0, 3 ഇൻറ്റു 1 3, 5 ഇൻറ്റു 2 10, 2 ഇൻറ്റു 3 6. അപ്പോൾ സിഗ്മ എഫ് ഐ വൈ ഐ, അപ്പോൾ എഫ് ഐ വൈ ഐ എല്ലാം ആഡ് ചെയ്യുക. ഇത് നേരെ താഴേക്ക് ആഡ് ചെയ്ത് വരുമ്പോൾ 2 കിട്ടും. ചെറിയ നമ്പറേ വരുള്ളൂ, ഷോർട്ട് കട്ട് മെത്തേഡ് വഴി. സിഗ്മ എഫ് ഐ വൈ ഐ ചെയ്ത് വരുമ്പോൾ 2 കിട്ടും. ഇവിടെ 2 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എൻ. സിഗ്മ എഫ് ഐ വൈ ഐ 2 കിട്ടി. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ആണ്. ഈ ഫ്രീക്വൻസി എല്ലാം ആഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എൻ കിട്ടും. അത് ആഡ് ചെയ്ത് ഞാൻ കാണിക്കുന്നില്ല, അത് 30 ആണ്. അപ്പോൾ 30 ശരിയല്ലേ? 2/30. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ എന്ത് കിട്ടുമെന്ന് അറിയാമോ? 105 + 2, 30 വെട്ടിപ്പോയിട്ട് 107 കിട്ടും, ശരിയല്ലേ? ഓക്കെയാണ്. ഇനി നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? വേരിയൻസ് അല്ലേ വേണ്ടത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല എന്താണെന്ന് ഓർമ്മയുണ്ടോ? h/n ഇൻറ്റു √. കുറച്ച് വലിയ ഫോർമുലയാണ്. n ഇൻറ്റു സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ മൈനസ് സിഗ്മ എഫ് ഐ വൈ ഐ ഓൾ സ്ക്വയർ. ഇതാണ് ഫോർമുല. ഇത് ജസ്റ്റ് കണ്ടിട്ട് സ്ക്വയർ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇതൊന്ന് കാണുന്നിട്ട് സ്ക്വയർ ചെയ്താൽ വേരിയൻസ് ആയല്ലോ. അപ്പോൾ ഇവിടെ സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം വേണം. സിഗ്മ എഫ് ഐ വൈ ഐ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സിഗ്മ എഫ് ഐ വൈ ഐ 2 എന്നിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി പേടിക്കാനില്ല. ഇവിടെ സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയറിന് വേണ്ടി ഒരു കോളം വേണ്ടി വരും, വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടി ഒരു കോളം വരയ്ക്കാം. എഫ് ഐ വൈ ഐ സ്ക്വയറിന് വേണ്ടി കോളം വരയ്ക്കണം. എഫ് ഐ വൈ ഐ സ്ക്വയർ, എഫ് ഐ വൈ ഐ സ്ക്വയർ എങ്ങനെ കിട്ടണേന്ന് അറിയാമോ? പറഞ്ഞട്ടെ. വൈ ഐയും എഫ് ഐയും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ, എന്ത് വരും? വൈ ഐയും എഫ് ഐ വൈ ഐയും മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് ഐ വൈ ഐ സ്ക്വയർ ആയില്ലേ? നോക്കിയേ, കറക്റ്റാ, എഫ് ഐ വൈ ഐ സ്ക്വയർ ആയി. -3 ഇൻറ്റു -6 18, 45 അല്ലേ, തെറ്റിപ്പോയത്. -2 ഇൻറ്റു -6 12, -1 ഇൻറ്റു -5 5, 0 3 20 18. എഫ് ഐ വൈ ഐ സ്ക്വയർ കിട്ടി. ഇനി ആ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. എച്ച്, സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറഞ്ഞാൽ 30 ആണ്. ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറഞ്ഞാലും 30 ആണ്. ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, സിഗ്മ എഫ് ഇൻറ്റു √. ക്യാപിറ്റൽ ലെറ്റർ 30 ആണ്. സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ, സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ എഫ് ഐ വൈ ഐ സ്ക്വയർ എല്ലാം ആഡ് ചെയ്യണം. എഫ് ഐ വൈ ഐ സ്ക്വയർ എല്ലാം ആഡ് ചെയ്യണം അല്ലേ? എഫ് ഐ വൈ ഐ സ്ക്വയർ എല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ 76 കിട്ടും. നിങ്ങൾക്ക് ചെയ്തു നോക്കാം, 76 കിട്ടും. അപ്പോൾ 30 ഇൻറ്റു 76 മൈനസ് സിഗ്മ എഫ് ഐ വൈ ഐ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? സിഗ്മ എഫ് ഐ വൈ ഐ ഇവിടെ ചെയ്ത് വെച്ച് എവിടെ ഉണ്ടല്ലോ, ഇവിടെ താഴെ കണ്ടില്ലേ? സിഗ്മ എഫ് ഐ വൈ ഐ 2 ആണല്ലോ.
2 സ്ക്വയർ വരും. 2 സ്ക്വയർ ശരിയല്ലേ? ഇത് ചെയ്തു വരുമ്പോൾ കാൽക്കുലേഷൻ തൽക്കാലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ചെയ്തു വരുമ്പോൾ √2276 എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ചെയ്യുന്നത്. വേരിയൻസ് കാണണമെങ്കിൽ സ്ക്വയർ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ഇതിനൊന്ന് സ്ക്വയർ ചെയ്താൽ മതി. 2276 ആണ് വേരിയൻസ്. ക്ലിയർ ആയല്ലോ?